തആല വബറകാതുഹു. ഇന്ത്യയിൽ പൊതു ഇടങ്ങളിൽ രണ്ട് തരം മുസ്ലിങ്ങൾ ഉണ്ടെന്ന് പറയാറുണ്ട്. ഒന്ന്, സഹമതവിശ്വാസികൾക്കിടയിൽ ജീവിക്കുകയും അവരുമായിട്ട് ഇടപെടുകയും വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഏർപ്പെടുന്ന ആളുകൾ. രണ്ടാമത്തെ തരം ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു പൊതു ഇടത്തിലാണ് അവരുടെ ജീവിതവും വിദ്യാഭ്യാസപരമായിട്ട് ഇടപെടലുമൊക്കെ നടക്കുക. അവർക്ക് എല്ലാ മതം, എല്ലാതരം സമുദായങ്ങളുമായിട്ട് ഇടപെടേണ്ടി വരും, അവരുമായിട്ട് സഹവർത്തിക്കുകയും ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാകുന്നൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യക്ഷത്തിൽ അവരുടെ മതം പ്രകടിപ്പിക്കാൻ ഒരു അലോസരം ഉണ്ടാകും. കാരണം ഒരു മതേതരനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ അവർക്ക് നടത്തേണ്ടിയും വരും. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും ഒരു സങ്കുചിതമായ നിലപാടായിരിക്കും മതത്തിൻ്റെ വിഷയത്തിലുണ്ടാവുക. ഇവരെ സംബന്ധിച്ചിട്ടുള്ളൊരു വിശകലനം നടത്തുമ്പോൾ മതേതര ചുറ്റുപാടുകളിൽ അക്കാദമികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ശ്രമിക്കുമ്പോൾ ഇവർ പലപ്പോഴും മതത്തിൻ്റെ വിശ്വാസങ്ങൾക്കപ്പുറത്ത് മതത്തിൻ്റെ വിശ്വാസങ്ങളെ ഒരു സ്വീകരിക്കാനും അതിനെ ഏറ്റെടുക്കാനുള്ള ഒരു താല്പര്യം ഇവരിൽ പലപ്പോഴും നമ്മൾ കാണാറില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യയിലൊരു രാഷ്ട്രീയപരമായ കാര്യം ഉണ്ടാകും, അല്ലെങ്കിൽ അവർ ആർജിച്ചെടുത്ത വിദ്യാഭ്യാസവും അങ്ങനെ ആണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടാകുന്ന, അവരുമായിട്ട് സഹവർത്തിക്കുന്ന, അവരുടെ കൂടെ നിരന്തരം ഇടപെടുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വിശ്വാസ കാര്യങ്ങളിൽ താല്പര്യപ്പെടാത്തവരാണ് എന്നതുകൊണ്ടായിരിക്കാം. ഇങ്ങനത്തെ ആളുകളിലേക്ക് എങ്ങനെയായിരിക്കും നമുക്ക് ഇടപെടേണ്ടത് എന്നൊരു കാര്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ഇസ്ലാമിൻ്റെ ഏറ്റവും രസകരമായ അനുഭവങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടാകില്ല. കാരണം അവരിടപെടുന്നത് നിരന്തരം മറ്റ് സമുദായങ്ങൾക്ക് കൂടിയാണ്. മറ്റ് സമുദായങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അവർക്ക് വളരെയധികം വിപുലമായി ലഭിക്കുന്നുണ്ടാവും. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്നത് ബഹുസ്വരമാണ് എന്ന് പറഞ്ഞു കൊടുക്കലാണ്, അവരെ മനസ്സിലാക്കലാണ് അതിലേറ്റവും പ്രധാനമായ കാര്യം. കാരണം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനുള്ള, എല്ലാ മതങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇസ്ലാമിന് സാധിക്കുന്നുണ്ട്. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കേരള പശ്ചാത്തലത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം മമ്പുറം തങ്ങളുടെ ചരിത്രം എടുക്കുമ്പോൾ നമുക്ക് കോന്തുനായരെ ഒരു ആയിട്ടുള്ള സൗഹൃദ മതത്തെ ഒരു മതേതര ചുറ്റുപാടിൽ അവരായിട്ട് അവതരിപ്പിക്കാം. നമുക്ക് കുഞ്ഞായി മുസ്ലിയാരെ എടുത്തു നോക്കുമ്പോൾ മങ്ങാട്ടച്ഛനായിട്ടുള്ള സൗഹൃദ മതത്തെ നമുക്ക് എടുത്തു ഉദ്ധരിക്കാം. സാമൂതിരിയുടെ ചരിത്രത്തിൽ കുഞ്ഞാലി മരക്കാരെയും കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ പുതിയ കാല രാഷ്ട്രീയ ചരിത്രത്തിൽ അവരോട് നമ്മൾ സംവദിക്കുമ്പോൾ അവർക്ക് ഒരു പക്ഷേ അത് ഉൾക്കൊള്ളാനുള്ള സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ഇപ്പോഴത്തെ കാലത്തൊരു പ്രധാന പ്രശ്നം എന്താ അറിയോ? പണ്ടൊക്കെ ഒരു മുസ്ലിമിനോട് നീ മുസ്ലിം അല്ലേ എന്ന് പറയാനുള്ളൊരു അസഹിഷ്ണുത അത് ഉണ്ടാവാറില്ലായിരുന്നു. അവർക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ പ്രകടിപ്പിക്കാൻ ഒരു മനസ്സ് ധൈര്യം ഉണ്ടാവാറില്ല മറ്റുള്ളവർക്ക്. പക്ഷേ ഇപ്പോൾ അത് പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിച്ചു തുടങ്ങി. അത് എവിടെയാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, പബ്ലിക്കിൽ പോലും ഒരു മതതരത്തിലുള്ള വിവേചനങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ ഞാനൊരു പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. നമുക്ക് നിലവിൽ നമ്മളെ സാധ്യത നമുക്ക് പ്രശ്നമല്ല. നമ്മൾ ഇടപെടുന്നത് നമ്മുടെ മതവിശ്വാസികൾക്കിടയിലാണ്. നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാകുന്നില്ല. പക്ഷേ ഞാനൊരു പൊതു ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പക്ഷേ ഞാൻ പറയുന്നതിനെ ഉൾക്കൊള്ളാനുള്ള സാഹചര്യം ഇല്ലാതാകുമ്പോൾ ഞാനും അവരോട് കൂടി ചേർന്നുകൊണ്ട് നമ്മൾ ഈ ചന്ദനം മണക്കുന്നൊക്കെ പറഞ്ഞാൽ അവരോട് കൂടി ചേർക്കുമ്പോൾ അവരുടെ ഇടപെടലുകൾ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എന്നെയും ബാധിക്കുന്നതുകൊണ്ട് എനിക്ക് ഇസ്ലാം പറഞ്ഞു തരുന്ന സാധനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുക എല്ലാം അപ്പുറത്തേക്ക് ഞാൻ അതിലേക്ക് എൻ്റെ ശ്രദ്ധകൾ കൊടുക്കില്ല. ഇപ്പോൾ വിദ്യാഭ്യാസകർ പറയുമ്പോൾ ക്യാമ്പസുകൾ, പ്രത്യേകിച്ചും ക്യാമ്പസുകൾ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് ആണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക. അവിടെ എല്ലാവർക്കും ആസ്വാദനങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. അവിടെ മതം പറയുന്നത് ചിട്ടക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിപ്ലവമാണ്. ക്യാമ്പസിലേക്ക് ഒരാൾ തൊപ്പിയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ വിപ്ലവം എന്ന തരത്തിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കേവലം നിങ്ങളുടെ ക്യാമ്പസിലുള്ള ആളുകൾ എല്ലാത്തരവും പബ്ബിൽ പോകുന്നുണ്ടെങ്കിൽ, സിനിമക്ക് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്യാമ്പസിലെ ആളുകൾ യാനമേളയ്ക്ക് വേണ്ടി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവരത് കൂടെ നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളൊരു പിന്തിരിപ്പനാകുമോ, നിങ്ങളൊരു അപരിഷ്കൃതനാകുമോ എന്ന തോന്നലാണ് നിങ്ങളെ അതിലേക്ക് നയിക്കുന്നതെങ്കിൽ അത് ഒരു തെറ്റായ ധാരണയാണെന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം എന്തിനേയും നിലപാടുകളോടുകൂടി കാണുക, ധാർമ്മികതയോടുകൂടി ചുറ്റുപാടോടുകൂടി മനസ്സിലാക്കുവാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കലാണ് ശരിക്കും ഏറ്റവും നല്ല പരിഷ്കൃതമായ മനോഭാവം. അത് നമ്മൾ ഇസ്ലാം മാത്രം പറയുന്ന കാര്യമല്ല, എല്ലാ സമുദായത്തിനും ധാർമ്മികതയ്ക്ക് കൊടുക്കുന്ന ഒരു മുൻതൂക്കമുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന മതം ഇസ്ലാമാണ്. ഇസ്ലാം നൈതികതയുടെ മതമാണ്. ഇസ്ലാം ജ്ഞാനത്തിൻ്റെ മതമാണ്. അറിവിന് അത്രത്തോളം പ്രാധാന്യം നൽകുന്ന മറ്റൊരു മതമില്ല.
അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അക്കാദമിക നിലവാരം ഉയർത്താൻ ശ്രമിക്കുന്ന, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉന്നതമായ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുക നമ്മൾക്ക് ഒരു മുസ്ലിം ആവുക എന്നതായിരിക്കും ഏറ്റവും പ്രധാനം. ഇസ്ലാമികമായ ആചാരങ്ങൾ സൃഷ്ടിച്ച് ജീവിച്ചുകൊണ്ട് എത്രയധികം ആളുകൾ ഉന്നത തലത്തിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ അവർക്ക് ഉദാഹരണങ്ങളായി മുന്നിലെടുത്തു കൊടുക്കാം. നമുക്ക് കോംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ അബ്ദുൽ ഹക്കീം മുറാദിനെ ചരിത്രം പറഞ്ഞു കൊടുക്കാം. നമുക്ക് അമേരിക്കയിലും മറ്റും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ ദൈക്ഷണികരായിട്ടുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ചരിത്രങ്ങളിൽ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഇബ്നു സീനയുടെ ചരിത്രങ്ങൾ പറയാം. നമുക്ക് ചരിത്രങ്ങൾ മാത്രമല്ല, ആധുനിക കാലഘട്ടത്തിലും ഒരുപാട് ഉദാഹരണങ്ങൾ പുതിയ കാലത്ത് അക്കാദമിക് വ്യവഹാരങ്ങളിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അവരിലെ ഇസ്ലാമിന്റെ ആശയങ്ങളെ പറഞ്ഞു കൊടുത്ത് ധാർമ്മികമായി അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അവരെ നമുക്ക് ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങളോട് ജീവിച്ചുകൊണ്ട് നല്ലൊരു മുസ്ലിമായിട്ട് നടന്നു പോകുന്ന ഒരു ഇസ്ലാമായിട്ട് അക്കാദമിക് ചുറ്റുപാടുകളിൽ നിന്ന് അവരുടെ അപ്പുറത്തുള്ള അമുസ്ലിമീങ്ങളായ അവരുടെ കൂടെ ജീവിക്കുന്ന സഹസമുദായക്കാർക്ക് അവർ പോകുന്നത് ഒരു ഇസ്ലാമാണ്. അവനെ കണ്ട ഒരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ, മുസ്ലിം എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കാനുള്ള ഒരു കാരണമായി ആ സമുദായങ്ങൾക്കിടയിൽ മാറ്റിയെടുക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.